കൊല്ലം കേരളപുരം സ്വദേശിയായ വിഭജികയെയും മകളെയും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഭർത്താവായ നിതീഷിന്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കാതെ വന്നപ്പോഴാണ് വിഭജിക ഈ കടുങ്കൈക്ക് മുതിർന്നതെന്നാണ് നിഗമനം. വിഭജിക തനിക്ക് നേരിട്ട ക്രൂരതകളെപ്പറ്റി പങ്കുവച്ച പോസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു. മരിക്കുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന പോസ്റ്റായിരുന്നു ഇത്. വിഭജിക തന്നെ നോട്ട്ബുക്കിന്റെ 6 പേജുകളിലായി എഴുതിയ ദീർഘമായ ഒരു കത്തായിരുന്നു ഈ പോസ്റ്റ്. തൻ്റെ മകളുടെ മുഖം കണ്ടു കൊതി തീർന്നിട്ടില്ല, മരിക്കാൻ ഒരു ആഗ്രഹവുമില്ല, പക്ഷേ ഇനി സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത്. തൻ്റെ കല്യാണം ആർഭാടമായി നടത്തിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറഞ്ഞ് സ്ഥിരം ഉപദ്രവിക്കാറുണ്ടായിരുന്നു. കൂടാതെ കാശുള്ളവരായിട്ടും തനിക്കുണ്ടായിരുന്ന ചെറിയ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും അവർ പിടിച്ചു വാങ്ങുമായിരുന്നു എന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഭർത്തൃപിതാവ് പോലും തന്നോട് അപമര്യാദയായി പെരുമാറിയിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അച്ഛനും കൂടി വേണ്ടിയാണ് തന്നെ വിവാഹം കഴിച്ചതെന്നാണ് ഭർത്താവ് വെളിപ്പെടുത്തിയത്. ഇത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഭർത്തൃ സഹോദരിയായ നീതുവായിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ വരെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു, കൂടാതെ തല്ലുകയും ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നീതുവായിരുന്നു ഭർത്താവിന് മെസ്സേജ് അയച്ചത്. ഒരിക്കൽ നീതുവിൻ്റെ വാക്കുകേട്ട് തറയിൽ കിടന്ന മുടിയും പൊടിയും കലർന്ന ഷവർമ വായിൽ കുത്തിയിറക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഗർഭിണിയായിരുന്ന സമയത്ത് അവളുടെ വാക്കുകേട്ട് കഴുത്തിൽ ബെൽറ്റ് മുറുക്കി. ഭർത്താവിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്നും തൻ്റെ കുഞ്ഞിനെ നോക്കാറില്ലെന്നും കത്തിൽ പറയുന്നുണ്ട്. ലോക്കറിന്റെ താക്കോൽ ഭർത്തൃപിതാവിന്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിയത് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പട്ടിയെ പോലെ തല്ലും, ആഹാരം തരില്ല, പോരാത്തതിന് നാട്ടിൽ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മകൾക്ക് വേണ്ടിയാണ് എല്ലാം സഹിച്ചതും. പക്ഷെ ആ മകളുടെ ജീവനും ആപത്തുണ്ടെന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ തയ്യാറായതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട്. വിഭജികയുടെ മരണശേഷമാണ് ഫേസ്ബുക്കിൽ ഈ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഏറെ വൈകാതെ തന്നെ ആ കുറിപ്പ് ഡിലീറ്റ് ആവുകയും ചെയ്തു. ഭർത്താവ് നിതീഷാണ് ഇത് ഡിലീറ്റ് ചെയ്തതെന്നാണ് ബന്ധുക്കളും ആരോപിക്കുന്നത്. അതേസമയം തൻ്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മ രംഗത്തെത്തിയിരുന്നു. എല്ലാം സ്വയം സഹിക്കുകയല്ലാതെ ഒന്നും വീട്ടുകാരെ അറിയിക്കില്ലായിരുന്നു എന്നാണ് മാതാവിൻ്റെ വെളിപ്പെടുത്തൽ. തൻ്റെ കുഞ്ഞൊരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടില്ല എന്നും അച്ഛനും അമ്മയും ഒരുമിച്ച് വേണമെന്നുമാണ് എപ്പോഴും മകൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാവാം ഇത്രയും കാലം അവളെല്ലാം സഹിച്ചത്. നിതീഷിന് 4 ലക്ഷത്തിലധികം രൂപ ശമ്പളമുണ്ട്. എന്നിട്ടും തൻ്റെ മകൾക്ക് ലഭിക്കുന്ന ശമ്പളം പിടിച്ചു വാങ്ങുമായിരുന്നു. കമ്പനിയുടെ ഷെയർ മറിച്ചുവിറ്റ് പണം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇത് പുറത്തു പറഞ്ഞാൽ തൻ്റെ മകളെ കൊന്നുകളയുമെന്നും വരെ നിതീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും അമ്മ കൊല്ലത്ത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. തിങ്കളാഴ്ചയാണ് ഷാർജയിൽ വിഭജികയുടെയും മകളുടെയും പോസ്റ്റ്മോർട്ടം നടക്കുക. എന്നാൽ നാട്ടിലും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. പോലീസ് മേധാവിയെയും സർക്കാരിനെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. നിലവിൽ 2 പേരുടെയും മൃതദേഹം ഷാർജയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.